ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അറബ് രാജ്യങ്ങളുടെ കണ്ണു തുറപ്പിച്ചെന്ന് തോന്നുന്നു. ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് അറബ് രാജ്യങ്ങൾ. ഒരു ഗൾഫ് രാജ്യത്തിനെതിരായ ഏതൊരു ആക്രമണവും ഗൾഫിൻ്റെ സംയുക്ത സുരക്ഷാ സംവിധാനത്തിൻ്റെ നേരെയുള്ള ആക്രമണമാണെന്ന് കഴിഞ്ഞ ദിവസം UAE വ്യക്തമാക്കി. മാത്രമല്ല, ഇസ്രായേൽ ആക്രമണത്തിന് മറുപടി നൽകാൻ അറബ് ഇസ്ലാമിക് ഉച്ചകോടി അടിയന്തരമായി ഖത്തർ വിളിച്ചുകൂട്ടുകയും ചെയ്തു. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തോട് ഏത് രീതിയിൽ തിരിച്ചടിക്കണമെന്ന് തീരുമാനിക്കാനാണ് ഉച്ചകോടി. വരുന്ന ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് ഉച്ചകോടി നടക്കുക. പ്രാദേശിക തലത്തിൽ ഒന്നിച്ച് ഇസ്രായേലിന് തിരിച്ചടി നൽകാനാണ് ഖത്തറിൻ്റെ നീക്കം. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനി CNN നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. മേഖലയിലെ മറ്റ് പങ്കാളികളുമായി ഇസ്രായേൽ ആക്രമണ വിഷയം ചർച്ച ചെയ്തു വരികയാണെന്നും അൽത്താനി പറഞ്ഞു. ഖത്തറിന് നേരെയുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം ഭരണകൂട ഭീകരതയാണ്. ഈ ആക്രമണത്തിൽ ഖത്തറിനുള്ള രോഷം പ്രകടിപ്പിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. അത് ഭരണകൂട ഭീകരതയാണ്. ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു. ഗാസയിലെ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാരുടെ കാര്യത്തിലുള്ള പ്രതീക്ഷയും അവസാനിച്ചു. നെതന്യാഹുവിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. രാജ്യാന്തര ക്രിമിനൽ കോടതി അന്വേഷിക്കുന്ന വ്യക്തിയാണ് നെതന്യാഹു, ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു. നേരത്തെ ഇസ്രായേൽ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയും അതിരൂക്ഷമായ പ്രതികരണമാണ് ഖത്തർ നടത്തിയത്. കിരാതമായ നടപടിയെന്നാണ് സംഭവത്തെ ഖത്തർ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. തങ്ങൾ പരിഷ്കൃതരായ ആളുകളോടാണ് ഇടപെടുന്നതെന്ന് കരുതിയിരുന്നുവെന്നും അത് തെറ്റിദ്ധാരണയായിരുന്നുവെന്നുമാണ് ഖത്തർ പ്രധാനമന്ത്രി തുറന്നടിച്ചത്. ഗാസയിൽ ഹമാസിൻ്റെ തടവിൽ കഴിയുന്ന അവശേഷിക്കുന്ന ബന്ദികളുടെ ജീവനാണ് ഇസ്രായേൽ അപകടത്തിലാക്കിയതെന്നും ഖത്തർ കുറ്റപ്പെടുത്തി. പ്രതീക്ഷ ഇല്ലാതാക്കിയെന്നാണ് താൻ കരുതുന്നതെന്നും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു. ഇസ്രായേൽ തലസ്ഥാനമായ ടെലവീവിലെ എംബസി അടച്ചുപൂട്ടണമെന്ന ഖത്തറിൻ്റെ അഭ്യർത്ഥന UAE ഗൗരവമായി പരിഗണിക്കുന്നതായി റിപ്പോർട്ട് വരുന്നു. ഇസ്രായേലിനെതിരെ ഏകീകൃത നിലപാട് സ്വീകരിക്കാൻ ഖത്തർ ഗൾഫ് രാജ്യങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. അതിനാൽ ഈ നീക്കം ഉന്നതതല ശ്രദ്ധ നേടുന്നുണ്ടെന്നും നയതന്ത്ര വൃത്തങ്ങൾ പ്രമുഖ മാധ്യമമായ ഫാരിസിനോട് പറഞ്ഞു. അബുദാബിയിലെ ഇസ്രായേൽ അംബാസിഡർ യോസി ഷെലിയുടെ മോശം പെരുമാറ്റത്തിൽ ഏറെക്കാലമായി ആ രാജ്യം കടുത്ത അതിർത്തിയിലാണ്. ഈ സാഹചര്യത്തിൽ ഖത്തറിൻ്റെ അഭ്യർത്ഥന കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. ഹമാസ് നേതാക്കൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ഇസ്രായേലും US ഖത്തറിനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഖത്തർ വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ പ്രതികരണങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായാണ് അറബ് ഇസ്ലാമിക് ഉച്ചകോടിക്ക് ഖത്തർ ഒരുങ്ങുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ബുധനാഴ്ച ആക്രമണത്തിന് പിന്നാലെ ഖത്തറിലെത്തിയിരുന്നു. ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ശക്തമായ നയതന്ത്ര സമ്മർദ്ദം ചെലുത്താൻ ഖത്തർ ഗൾഫ് രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ കുറേ കാലമായി തലവേദന സൃഷ്ടിക്കുന്ന ഇസ്രായേൽ അംബാസിഡറെ അബുദാബി പുറത്താക്കിയേക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു.